നമ്മുടെ ഈ ഓട്ടോ ഡ്രൈവർമാർ, ഞാനടക്കം ഓട്ടോ ഡ്രൈവർമാരാണ്, ഞാൻ പറഞ്ഞു വരുന്നത്, ഓട്ടോ ഡ്രൈവർമാർ അറിഞ്ഞുകൊണ്ടല്ല പെട്ടെന്ന് വണ്ടി വളക്കുന്നതും ഇൻഡിക്കേറ്റർ ഇടത്തോട്ടിട്ടിട്ട് വലത്തോട്ട് പോകുന്നതും ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസഞ്ചർ, എല്ലാ പാസഞ്ചറും ഞാൻ കുറ്റം പറയില്ല. ചില പാസഞ്ചർ 3-2 ആൾ വന്ന് വണ്ടി കയറിയിട്ട് പോകണമെന്ന് പറയും, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറയും. അപ്പോൾ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് അവർക്ക് പോകേണ്ടി വരിക. അപ്പോൾ ഈ വണ്ടി കയറി ടീം ഒന്നിക്കിൽ ഫുൾ ടൈം ഫോണിലായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിൽ വർത്താനം പറഞ്ഞായിരിക്കും. ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് പെട്ടെന്ന് പറയാം ഇടുന്ന വലത്തോട്ട് നിന്ന്. അപ്പോൾ ചില ഡ്രൈവർമാരെ ഗ്ലാസ്സിൽ നോക്കിയിട്ട് മെല്ലെ വലത്തോട്ട് കയറും, ചില ആൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൈഡാക്കി വെച്ചിട്ട് പിന്നെ വലത്തോട്ട് കയറും. അതൊന്ന്. അപ്പോഴത്തേക്കും ബേക്കിന്ന് ചീത്ത വിളി തുടങ്ങിയിട്ടുണ്ടാവും ഡ്രൈവർമാർ. പിന്നെ ചില പാസഞ്ചർക്ക് ഇപ്പോഴും ഇടത്തും വലത്തും അറിയാത്ത ആൾക്കാരുണ്ട്. അത് പല ഓട്ടോക്കാർക്കും അറിയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. നമ്മളോട് അറിയും ഏട്ടാ അവിടെ നിന്ന് ഇടത്തോട്ട്. അപ്പോൾ നമ്മൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും. അവിടെ നിന്ന് ഇടത്തോട്ട് കയറുമ്പോൾ എല്ലാ ഏട്ടാ നിങ്ങളോട് ഇടത്തോട്ടല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞ എൻ്റെ ഇടത്തോട്ട് ഇങ്ങോട്ടാണ്, പക്ഷെ അവർക്ക് ഇടത്തോട്ട് ഇങ്ങോട്ടാണ്, വലത്തോട്ട്. അപ്പോൾ ആ ഇടത്തോട്ട് നമ്മൾ പകുതി കയറിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇവരുടെ ഡയലോഗ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന്, സോറി എന്നോട് മാറിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് പിന്നെയും വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുമ്പോൾ ബേഗിലെ വണ്ടിക്കാരെ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കാനുണ്ട്. അത് അവരുടെ ഒരു സന്തോഷം. പിന്നെ ഇല്ലേ പാസഞ്ചർ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പുറകിൽ കണ്ണില്ല, ആകെ 2 കണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരു ജംഗ്ഷനിൽ 3 റോഡുണ്ടാവും, ഇടത്തോട്ട് വലത്തോട്ട് നേരെ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകുന്ന് ഏട്ടാ അവിടെ നിന്ന് അങ്ങോട്ട്. എങ്ങോട്ട്? നമുക്ക് പുറകിൽ കണ്ണില്ല, അവർ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടാവും ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നല്ല. അപ്പോൾ നമ്മൾ ചോദിക്കാം എങ്ങോട്ട്? അത് ആടെ നിന്ന് അങ്ങോട്ട്. ഒന്നിക്കൽ അടുത്ത് പറയല്ല, വലത്തും അറിയാം, അത് പറയൂല. പിന്നെ ഏതെങ്കിലും ഷോപ്പിൽ നിർത്തണ്ടിക്കൽ ഏട്ടാ ആ കാണുന്ന പീടിയ നിർത്തണേ. ഒരു വലിയൊരു ടൗണിൽ കുറേ പീടി ഉണ്ടാവും, ആ പീടിയിൽ നിർത്തണം. ഏത് പീടിയാ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓട്ടോക്കാർ മനഃപൂർവ്വം പെട്ടെന്ന് വളക്കുന്നതും പെട്ടെന്ന് തിരിക്കുന്നതും ഒന്നുമല്ല. ചില പാസഞ്ചർ നമുക്ക് തരുന്ന ചെറിയ ചെറിയൊരു പണികളത്. ചില പാസഞ്ചർ മാത്രം, എല്ലാവരും ഞാൻ കുറ്റം പറയില്ല. അത് ഇത് കാണുന്ന ഏതെങ്കിലും ഓട്ടോ ഡ്രൈവർ ഉണ്ടെങ്കിൽ അവർക്കും ഇതിനെപ്പറ്റി നല്ലോണം അറിയാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട.